അതെന്തിനാ അങ്ങനെ ഇടുന്നത്? എറണാകുളം അങ്കമാലി ഒരു സ്ഥലമാണോ? അല്ല, പിന്നെന്തിനാ അങ്ങനെ ഇടുന്ന അറിയാം? ഈ ചരിത്രത്തിൽ ആർക്കും അത് കിട്ടുന്നില്ല. അങ്കമാലി എന്നുള്ളത് നമ്മുടെ മാർത്തമ നസാനികളുടെ പുരാതന സിംഹാസനമായിരുന്നു. ആരുടെ? പേർഷ്യയിൽ നിന്നുള്ള മെത്രാപ്പൊലിത്ത. അങ്ങനെ വന്ന മെത്രാപ്പൊലിത്ത, അവസാനത്തെ മെത്രാപ്പൊലിത്ത മാർ അബ്രാഹമായിരുന്നു. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന അങ്കമാലി മാർ അബ്രാഹം എന്ന് പറയും അദ്ദേഹം. അപ്പൊ പേർഷ്യയിൽ നിന്ന് മെത്രാപ്പൊലിത്തമാരാണ് ആത്മീയ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അവര് മെയിനായിട്ട് അവരുടെ സെൻട്രൽ അങ്കമാലി എന്നൊരു സ്ഥലമാണ്. അങ്കമാലി അതിരൂപത നമുക്കുണ്ടായിരുന്നു. വേറെ അതിരൂപതയൊന്നുമില്ല, ചങ്ങനാശ്ശേരി ഒന്നുമില്ല. 16-ാം നൂറ്റാണ്ടിൽ അങ്കമാലി എന്നൊരു സ്ഥലമാണ് പ്രത്യേകം. പിന്നെ പോർച്ചുഗീസുകാർ വരുമ്പോൾ അത് കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റി. അതിലേക്ക് വരാം പിന്നീട്. ആർച്ച് ഡീക്കനാണ് ഭൗതിക കാര്യങ്ങൾ നോക്കുന്നത്. ഭൗതിക കാര്യം എന്ന് പറയുമ്പോൾ നീതി നിർവഹണം, സാമ്പത്തിക ഇടപാടുകൾ, ചില വഴക്കുകളൊക്കെ തീർക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഷപ്സും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആത്മീയ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത്. പിന്നെ സഭയുടെ മറ്റു കാര്യങ്ങൾ ഇടപെടാം, കുഴപ്പമൊന്നുമില്ല. അതിന് വേറെ ആളുകളെ വെക്കാൻ. ആത്മീയ കാര്യങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ സഭയിലും ഇവിടെ വന്നുകൊണ്ടിരുന്നാൽ ഈ സന്യാസികളായി മങ്സ് എന്ന് പറയും, അവർ സെലിബ്രേറ്റ് ആയിരിക്കും. ഈ ബിഷപ്സ് എപ്പോഴും. പക്ഷെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാം. 16-ാം നൂറ്റാണ്ട് വരെ വൈദികർക്ക് വിവാഹം കഴിക്കാമായി. പക്ഷെ ഈ ആർച്ച് ഡീക്കൻ എന്ന് പറയുന്ന ആള് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, ബ്രഹ്മചാരിയായിരിക്കും. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കിട്ടിയോ? ആർച്ച് ഡീക്കന്റെ ക്വാളിറ്റി കിട്ടിയോ? ബ്രഹ്മചാരിയായ നാട്ടിലെ വൈദികനാണ്. ഇവിടെ തന്നെ. ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ, നിങ്ങൾ കുറവലിങ്ങാട് എന്ന സ്ഥലത്തോട് യാത്ര ചെയ്യുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ അക്ഷരം. ഇനി പോകുമ്പോൾ വായിക്കാം. ഒരു ക്ലാസ് കൂടിയതിന്റെ ഇച്ചിരി പ്രയോജനം പുറത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവും. അർഖദിയാക്കോൻ നഗർ, അങ്ങനെ കണ്ടുണ്ടോ? നമ്മളത് വായിച്ചതിനാണ് അത് ആർച്ച് ഡീക്കനാണ്. ഇവർ മെയിനായിട്ട് വരുന്നത് ശങ്കരപുരി പകലോമറ്റം തുടങ്ങിയ കുടുംബങ്ങളിൽ. അത് തോമാസ് ലീഗയിൽ തന്നെ നേരിട്ട് മാമോദിസ സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന ചില ഏൻഷ്യന്റ് കുടുംബങ്ങളുണ്ട്. ശങ്കരപുരി, പകലോമറ്റം, കള്ളിയങ്കാവ്, ഇങ്ങനെയൊക്കെ കുറെ ഫാമിലീസ് ഉണ്ട്. അതിൽ തന്നെ ശങ്കരപുരി, പകലോമറ്റം, ഈ കുടുംബങ്ങളിൽ നിന്ന് ഇവരിങ്ങനെ ആരും സെലക്ട് ചെയ്ത് വരുന്നവരല്ല ആർച്ച് ഡീക്കൻ. ഹെറിഡിറ്ററി എന്ന് പറയും. ഇവ ബ്രിട്ടീഷ് രാജകുമാരനൊക്കെ എങ്ങനെയാണ് വരുന്നത്? അത് ഇലക്റ്റീവാണ്. അല്ലല്ല, അവർ കുടുംബത്തിന് ഇങ്ങനെ വരുമാനം എന്ന് പറഞ്ഞ പോലെ ഇത് ഹെറിഡിറ്ററി ആയിട്ട് ഒരു രണ്ട് ഫാമിലി അവർ വരുന്നത്. പക്ഷെ ഇവർക്ക് ക്വാളിറ്റീസ് ഉണ്ട്. ഇവർ ബ്രഹ്മചാരിയായി. പക്ഷെ വൈദികരെല്ലാം വിവാഹം കഴിച്ചിരുന്നു. വിവാഹം കഴിക്കേണ്ടാത്ത കഴിയും. പക്ഷെ ഈ ബിഷപ്പ് കഴിക്കാത്ത ആളാണ് വരുന്ന ആൾ. ബിഷപ്പ് ഒരിക്കലും അങ്ങനെ ഇപ്പോഴും സഭയിൽ ബിഷപ്പ് വാങ്ങി. പക്ഷേ പൗരസ്ത്യ സഭയിലെ വൈദികർക്കെല്ലാം വിവാഹം കഴിക്കാം. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടാണ് ഞാൻ തിരിതിരിക്കുകയും ചെയ്യില്ല. ഇപ്പോൾ ഉദയംപേരൂർ സുനോദോസ് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ലത്തീൻകാരുടെ വന്നു നമ്മൾ ലത്തീൻ സഭയോട് കണക്ട് ചെയ്യാൻ വേണ്ടി പേർഷ്യൻ സഭയോട് ബന്ധിപ്പിച്ചിരിക്കും. അപ്പം ആ സമയത്ത് ലത്തീൻ സഭയിൽ എപ്പോഴും വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാണ്. എന്നാൽ പൗരസ്ത്യ സഭകളിൽ ഈ സീറോ മലബാർ, സീറോ മലങ്കര ഒഴികെ ബാക്കിയുള്ള എല്ലാ പൗരസ്ത്യ കത്തോലിക്ക സഭകളിലും വൈദികർ വിവാഹം കഴിക്കും. ഓക്കെയാണോ? മനസ്സിലാകുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ, ഈശോയുടെ ശിഷ്യന്മാരിൽ അപ്പോസ്തലന്മാരിൽ പലരും വിവാഹിതരായി. ആദ്യത്തെ മാർപ്പാപ്പയും വിവാഹം. അത് വ്യക്തമായ തെളിവുണ്ട്. പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തി. ഈ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ പത്രോസ് പറഞ്ഞത്? ഞാൻ ആ മനുഷ്യനെ അറിയില്ല, ഞാൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മായിമ്മയുടെ പനി പോയി മാറ്റി എന്ന് പറയുന്ന ചില ഹാസ്യ സാമ്രാട്ടുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ചുമ്മാ പറയുന്ന അപ്പൊ അതിനകത്ത് അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ വിവാഹിതനായിരുന്നു. പലരും വിവാഹിതരായിരുന്നു. അതുകൊണ്ട് പൗരസ്ത്യ പാരമ്പര്യത്തിൽ വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാണ്. പക്ഷേ നമ്മൾ ഉദയംപേരൂർ സുനോദോസ് കഴിഞ്ഞ് നമ്മുടെ സഭയിൽ, സീറോ മലബാർ സഭയിലും ഒപ്പം മലങ്കര സഭയോട് ചേർന്നാണ് അത് പറയും. അപ്പം മാർപ്പാപ്പ പറഞ്ഞ് പറ്റത്തില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഞാൻ അങ്ങനെയുള്ള സഭയിൽ അവിടെ നിന്നിട്ടുണ്ട്. അപ്പം എന്നോട് ഭൗതികമായി ചോദിച്ചത് പ്രലോഭനമല്ല ഉണ്ടാകുന്നു. കാരണം ഞാൻ റുമേനിയൻ കാത്തലിക് ചർച്ചിൻ്റെ സെമിനാരിയിൽ 6 മാസത്താണ് റോമിൽ. അപ്പോൾ അവിടുത്തെ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വിവാഹം കഴിക്കാവുന്നവരാണ്. അപ്പോൾ അവരുടെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വരും. പക്ഷെ അവർക്ക് ഡീക്കനാകുന്നതിന് മുമ്പ് അവർ തീരുമാനം എടുക്കണം, വിവാഹം കഴിക്കുന്നവരാണോ അല്ലയോ. വിവാഹം കഴിക്കാത്തവരോ അപ്പോൾ ഓപ്ഷണൽ സെലിബസി എന്ന് പറയും. അത് ഐച്ഛികമാണ്. സെലിബ്രേറ്റ് ആകേണ്ടവർക്ക് അങ്ങനെയാകാം, അല്ലാത്തവർക്ക് അങ്ങനെ. അപ്പോൾ അത് പൗരസ്ത്യ പാരമ്പര്യത്തിൽ അത് പഠിക്കും അങ്ങനെ. അതുകൊണ്ട് പക്ഷേ ഈ മരുന്ന ആള് അതുകൊണ്ട് എങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയുന്നത്. 2024 ദീപിക പത്രത്തിൽ എന്നെ വിളിച്ച് ഉദയംപേരൂർ സുനോദോസിനെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതണം. ഉദയംപേരൂർ സുനോദോസ് എന്ന് നിങ്ങൾക്ക് അറിയാം, പഠിപ്പിച്ചില്ല. കാരണം ഈ 425 വർഷം തികയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ
അപ്പം ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ ദീപികയിൽ എഴുതി, ഉദയംപേരൂർ സുനോദോസ് ഒരു പുനർവായന. അപ്പം വിവാഹം കഴിച്ച് വൈദികരുണ്ടായിരുന്നു. അപ്പം ഇത് സുനോദോസ് പറഞ്ഞു അതിൻ്റെ കാനൂനുകൾ അത് ഒത്തിരി സാമൂഹിക കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അയിത്തോച്ചാടനം ഇല്ലാതാക്കി ഒത്തിരി അന്ധവിശ്വാസങ്ങൾ ഇന്ത്യയിൽ തുടച്ചു നടന്നു. അപ്പം അങ്ങനെ ഒത്തിരി നല്ല വശങ്ങൾ അതിനുണ്ട്. സഭാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നല്ല വശങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം വിവാഹം കഴിക്കുന്നതിന് ഒരു കാരണം ആ സുനോദോസിൽ എടുത്തൊരു തീരുമാനം വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാണ്. കാരണം റോമുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ. പക്ഷെ ഈ ആള് 16-ാം നൂറ്റാണ്ട് വരെ ഈ പറഞ്ഞ വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ കിട്ടിയല്ലോ. അദ്ദേഹമാണ് ഭൗതികമായ കാര്യങ്ങൾ നോക്കിയത്. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.